അപ്പോൾ അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. മമ്മൂട്ടി മുകളിൽ അവർ ഞങ്ങൾ മാളികയുടെ മുകളിലാണ് ഷൂട്ട് ചെയ്തിരുന്നത്. ഒരു സന്ധ്യ കഴിഞ്ഞിരിക്കണം. അപ്പോൾ അവിടെ കഴിഞ്ഞപ്പോൾ ജോഷി സാർ ഭയങ്കര സന്തോഷമായിട്ട് അവരെല്ലാവരും ഇങ്ങനെ കൊച്ചുകുട്ടിയെ പോലെയാണല്ലോ അവളെ ശ്രദ്ധിക്കുന്നത്. എപ്പോഴും എല്ലാവർക്കും ഒരു ഓമനത്താണല്ലോ. അവിടെ മുകളിൽ നിന്നിട്ട് ഈ അതാ ഞാൻ അതിൽ അളുക്കെന്ന് എഴുതി. അളുക്കെന്ന് മലയാളം ആണല്ലോ, പാക്കറ്റല്ല, ഒരു ടിന്നാ. ഈ ടിന്നിനാണ് അളുക്ക് എന്ന് പറയാ. ബ്ലാക്ക് ടിന്നിന്റെ മുകളിൽ JB എന്ന് എഴുതി. അത് എപ്പോഴും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ആ JB ഒക്കെ മാഞ്ഞു പോയി. കാരണം മോളെ മനുഷ്യരുടെ ഒരു ചെറിയ ആ ഇതൊക്കെ ഞാൻ അങ്ങനെ ഒരു കബഡിൽ അങ്ങനെ വെച്ചിട്ടുണ്ട്. വളകളുടെ സ്റ്റാൻഡ്, അതിൽ കുറേ നിറയെ മറ്റേ കുപ്പി വളകൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അവളുടെ സ്വന്തമായി. കുറേ ഡോൾസ്, ഇതൊക്കെ ഉണ്ട്. വലിയ കുട്ടിയാണെങ്കിലും ഇതൊക്കെ വേണമായിരുന്നു. അപ്പോൾ പലതരം ഗ്ലാസ്സസ്, ഇങ്ങനെ വലിയ സൺഗ്ലാസ് ഒക്കെ വെച്ച് വണ്ടിയൊക്കെ ഓടിച്ച് പോകാനേ അത് കിട്ടിയോണ്ട് ഭയങ്കര ഹാപ്പി. അല്ല എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ഈ സാധനം അങ്ങനെ മുകളിൽ നിന്നിട്ട് ഇവൾ പിടിക്കുന്നു, എന്നാ പിടിച്ചോ എൻ്റെ ഓർമ്മ കിട്ടോ എന്ന് പറഞ്ഞു. യെസ് അങ്കിൾ എന്ന് പറഞ്ഞിട്ട് വാങ്ങി പിടിച്ച് കഴിഞ്ഞിട്ട് താങ്ക് യു ഐ കീപ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് പോയി. അതുകൊണ്ട് കബഡി കൊണ്ടുവച്ചു. അത് അവിടുത്തെ അത് ഞാനിപ്പോൾ സൂക്ഷിച്ചിട്ടുണ്ട് അവിടെ. അത് കാണുമ്പോൾ എന്നെ JB ഒക്കെ പോയിക്കണു. ആ ബ്ലാക്ക് കളറിൽ ഒരു ടിന്ന. എന്താ സായം സന്ധ്യ എന്ന സിനിമ ഇറങ്ങിയിട്ട് വർഷങ്ങളായിട്ടുണ്ടാവും. എന്റെ ഓർമ്മ ശരിയല്ല, ഒരു 89 ഒരു മൂവി ആയിരിക്കും തോന്നുന്നു സായം സന്ധ്യ. അന്നത്തെ ആ ഒരു സിഗരറ്റിന്റെ ആ ബോക്സ് ഇന്നും ഈ അമ്മ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അതൊരു സിഗരറ്റിന്റെ ബോക്സ് ആണെന്ന് മാത്രമല്ല, ഒരു ഗിഫ്റ്റ് ആണ് അല്ലെ. നമുക്കൊരാൾ ഒരു സാധനം, ഞാൻ നാളെ പറഞ്ഞ പോലെ നമുക്കൊരാൾ ഒരു സാധനം തന്നു കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ വാല്യൂ വളരെ കുറച്ചായിരിക്കും. പക്ഷെ അത് ഒരാളുടെ നമുക്ക് ആ സാധനം കിട്ടുക എന്ന് പറഞ്ഞാൽ, അയാളുടെ കൈ കൊണ്ട് നമുക്കൊരു തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിനൊരു ഭാഗ്യം നമുക്കും വേണം. നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നമുക്ക് എത്രത്തോളം സ്ഥാനമുണ്ടെന്ന് കരുതുന്നതിന്റെ ഒരു ചെറിയൊരു സൂചനമാണ് പലപ്പോഴും ഗിഫ്റ്റുകൾ നമുക്ക് നൽകപ്പെടാറുള്ളത്. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് അങ്ങോട്ടേക്ക് വേറൊന്നും കൊടുക്കാൻ കണ്ടില്ല. പക്ഷേ അമ്മയുടെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ, അതായത് പുള്ളിക്കാരി ഉപയോഗിച്ചിരുന്ന വളകൾ, ഗ്ലാസുകൾ, ഇതൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെന്ന്. ഇപ്പൊ എന്റെ ഈ പ്രായത്തിനിടയ്ക്ക് എന്റെ 18 വയസ്സിൽ ഉള്ള അതിന്റെ ഒരു ഷർട്ട് മാത്രമേ എൻ്റെ ഉള്ളൂ. നിങ്ങളുടെ ഉണ്ടോ അങ്ങനെ ഗിഫ്റ്റുകളൊക്കെ നിങ്ങൾ എടുത്ത് വെക്കാറുണ്ടോ? നിങ്ങളുടെ കോളേജ് ടൈമിലോ സ്കൂൾ ടൈമിലോ ഈവൻ പോട്ടെ ഒരു 20-22 വയസ്സിലുള്ള സാധനങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ ആരെങ്കിലും കയ്യിൽ ഉണ്ടോ? നിങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടോ? ഗിഫ്റ്റുകൾ എന്തെങ്കിലും എടുത്ത് വെച്ചിട്ടുണ്ടോ? എന്തെങ്കിലും കമന്റ് ചെയ്യട്ടോ.